പേരെന്താണ്? പേര് നിഷ. എവിടെ നിന്നാണ് വരുന്നത്? മഞ്ചേരി. മഞ്ചേരി ബ്രാഞ്ചിൽ. അതെ അതെ. എയ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? എൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ, പിന്നെ അതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ള റിസൾട്ടുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മുടെ എയ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എയ്സ് ചൂസ് ചെയ്തു. അധ്യാപകരൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അധ്യാപകർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും ഓരോ ക്ലാസ്സുകളായിരിക്കും വളരെ മോട്ടിവേഷണൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സും അവരുടെ ഇൻസ്പിറേഷൻ തോട്ട്സൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് മെറ്റീരിയൽസ്, പിന്നെ അതുപോലെ റാങ്ക് ഫയൽ നന്നായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ പ്രാക്ടീസ് ടെസ്റ്റുകൾ തന്നിരുന്നു. എല്ലാ ആഴ്ചകളും പ്രാക്ടീസ് ടെസ്റ്റുകളും പ്രാക്ടീസ് എക്സാമുകളും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ റാങ്ക് ഫയൽ ബേസ്ഡ് എക്സാംസ് ഉണ്ടായിരുന്നു. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീട്ടുകാർ വളരെ സപ്പോർട്ടായിരുന്നു, എസ്പെഷ്യലി മൈ ഹസ്ബൻഡ്. എൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ 1 മാർക്കിനാണ് എനിക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഇനി അടുത്തൊരു എക്സാം ഉണ്ടെങ്കിൽ അതിലെന്തായാലും അച്ചീവ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു, വാശിയോട് കൂടിയിട്ട്. നമ്മൾ മനസ്സിലൊരു അതിയായ ഒരു ആഗ്രഹം, അതിന് നമ്മൾ റെഡിയായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.